പോയ ട്രിപ്പ് ഏതായിരുന്നു പ്രോഗ്രാമായിട്ട്? കഴിഞ്ഞ ആഴ്ച ഓസ്ട്രേലിയ. ഓക്കെ, പേർത്തിലല്ലേ? ഓക്കെ. ആ പേർത്തിലിരുന്നു ആ ഒരു സോങ്ങും ഡാൻസും ഒക്കെ ആയിട്ട്. ഓണം പ്രോഗ്രാംസ് ആയി വരുന്നു. ഓണക്കാലം എന്ന് പറയുന്നത് പരിപാടികൾ ഉണ്ടെങ്കിലാണ് എനിക്കൊക്കെ അതാ സന്തോഷം. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ട്രിവാൻഡ്രമാണ് താമസം, ട്രിവാൻഡ്രം സ്വദേശിനിയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തെ ഓണം എന്ന് പറയുന്നത് ഓണം വാരാഘോഷം വളരെ ഗംഭീരമായിട്ട് നടക്കുന്ന പരിപാടികളാണ്. ഓണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മനസ്സിൽ ഓടി വരണത് എന്താണ്? സദ്യ. ഓഫ് കോഴ്സ് ഞാൻ വലിയൊരു സദ്യ ഫാനാണ്. ആണല്ലേ? ഓക്കെ ഓക്കെ. പായസം, നിങ്ങളുടെ ട്രിവാൻഡ്രത്ത് ബോളി അല്ലേ? അതാണ് സ്പെഷ്യൽ. ഏറ്റവും ഇഷ്ടം സദ്യയിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോളിയും പാൽപ്പായസവും. പഴയ ഇപ്പൊ 2006 ഞാൻ പാടി തുടങ്ങിയപ്പോൾ പോലും ഒരു സിനിമയിൽ അതിനു മുമ്പുണ്ടായിരുന്ന പോലെ അത്രയധികം പാട്ടുകളില്ല. പണ്ടൊക്കെ ഒരു കാസറ്റില് എത്ര പാട്ടുകളാണ്. ആ പാട്ടുകളൊക്കെ സിനിമയിലും പാട്ടുകൾ ആയിരിക്കും യൂസ് ചെയ്യാതെ വരുന്നത്. ബാക്കി എല്ലാ പാട്ടും സിനിമയിലും ഉണ്ടാവും. ഒരു സ്റ്റേജ് ഷോ ആങ്കർ ചെയ്യാൻ ഞാൻ ഉണ്ടായിരുന്നു. അന്നൊരു പ്രയർ സോങ് കൂടി ഞാൻ പാടി. അപ്പൊ അതിന്റെ സംഘാടകർക്ക് അറിയാൻ ഞാൻ പാടും എന്നുള്ളത്. അപ്പൊ എന്നോട് ചോദിച്ചു പ്രയർ പാടാവോ എന്ന് ചോദിച്ചു. ഓക്കെ. അപ്പൊ സാറും ഒക്കെ പങ്കെടുത്തിരുന്ന ഒരു അവാർഡ് ഫംഗ്ഷൻ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ പാടുന്നത്. ജയരാജ് സാറ് വീണ്ടും കണ്ടതും കേട്ടതും സ്റ്റേജിൽ പ്രസന്റ് ചെയ്യുന്നു, ആങ്കറിങ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ജയരാജ് സാറിനെ വീണ്ടും പരിചയപ്പെടാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ സാറ് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ, ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് പാടി എനിക്കൊരു CD അയച്ചു തരൂ. ഞാനന്ന് മൈക്കിൽ കൂടെ എല്ലാ വോയിസ് കേട്ടുള്ളൂ. അപ്പം ഞാനൊന്ന് കേൾക്കട്ടെ. ഹലോ, നമസ്കാരം. ഇന്ന് നമുക്ക് ഇവിടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് ദ വെരി ഗോർജിയസ് പ്ലേബാക്ക് സിംഗർ, വെരി ടാലന്റഡ് പ്ലേബാക്ക് സിംഗർ അഖില ആനന്ദാണ്. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? അഖില കിട്ടണമെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു അബ്രോഡിലേക്ക് പോകണം. നമ്മളിപ്പോ ഞാനിപ്പോ വിളിക്കുമ്പോഴും ഓരോ സ്ഥലത്ത് ഇങ്ങനെ എക്സ്പ്ലോറിംഗ് ആയിരിക്കും, മീൻസ് പ്രോഗ്രാംസിന്റെ തിരക്കിലാണ് അല്ലേ? യാത്രകളുണ്ടാവും. അല്ലാത്ത സമയം നമ്മളെപ്പോഴും കൊറേ ആയി അഖില അടുത്ത് നമ്മളിങ്ങനെ കാണണം, മീറ്റ് ചെയ്യണം, ഇന്റർവ്യൂ. അതെ, ഫൈനലി വി മെറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ. ഇപ്പം എന്താ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വിശേഷങ്ങൾ അങ്ങനെ പ്രോഗ്രാംസ് ഉണ്ട്. ഇനിയിപ്പോ ഓണക്കാലം. അതെ അതെ. ഇപ്പൊ അടുത്ത് പോയ ട്രിപ്പ് ഏതായിരുന്നു പ്രോഗ്രാമായിട്ട്? കഴിഞ്ഞ ആഴ്ച ഓസ്ട്രേലിയ. ഓക്കെ. പേർത്തിലല്ലേ? ഓക്കെ. ആ പേർത്തിലിരുന്നു ആ ഒരു സോങ്ങും ഡാൻസും ഒക്കെ ആയിട്ട്. വെറുതെ ഫണ്ടിന് അതെനിക്ക് ഒരു സൈറ്റ് സീയിങ് ഒക്കെ കാണാൻ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു റീൽ ചെയ്താലോ. എനിക്കൊരു ഒരുപാട് സ്റ്റേജ് ഷോസ് അബ്രോഡ് കുറെ സ്ഥലത്ത് പോയിട്ടുണ്ടല്ലോ. എപ്പോഴും ഒരു ലൈക്ക് സെക്കൻഡ് ഹോം എന്ന് പറഞ്ഞ സെക്കൻഡ് ഹോം എന്ന് വിചാരിക്കണ പോലെ പോണ ഒരു സ്ഥലം ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? എനിക്ക് ഒന്നും കൂടെ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയില്ല. എല്ലാ സ്ഥലത്തിനോടും എല്ലാ സ്ഥലവും ഓരോരോ സ്ഥലത്തെ ഓഡിയൻസും ഡിഫറെന്റ് ആണ്, സ്പെഷ്യൽ ആണ്. അങ്ങനെ എപ്പോഴും പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലം അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയില്ല. എല്ലാ സ്ഥലത്തിനും. ഇപ്പൊ കേരളം ആയാലും എനിക്കിഷ്ടമാണ്. ഓസ്ട്രേലിയ നല്ല ക്ലൈമറ്റും നല്ല ഓഡിയൻസ് ഒക്കെ. പേർത്തിൽ ഞങ്ങൾ പോയ സമയത്ത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അഖില എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് കംപ്ലീറ്റ് പാക്കേജ്, ലൈക്ക് ഇൻ ദ സെൻസ് നല്ല ബ്യൂട്ടിഫുൾ സാരീസ് എടുത്ത് നല്ല കോസ്റ്റ്യൂം, സ്റ്റേജ് പ്രസൻസ്, മൊത്തം ഒരു ഭയങ്കര ഗ്രേസ്ഫുൾ ആണ് ആക്ച്വലി. ഏറ്റവും കൂടുതൽ എടുക്കുന്നത് സിൽക്ക് സാരീസ് ആണോ അതോ കോട്ടൺ സാരീസോ? കബോർഡിൽ അങ്ങനെയൊന്നുമില്ല. ശരിക്കും സാരി മാത്രമല്ല ഞാൻ. അതെ അതെ, മോഡേൺ ഔട്ട്ഫിറ്റ് കംഫർട്ടബിൾ ചെയ്തില്ല. ശരിക്കും എനിക്ക് സാരി ഇഷ്ടമാണ്, കംഫർട്ടബിൾ ആണ്. സാരി കംഫർട്ടബിൾ. എല്ലാരും പറയും അയ്യോ സാരി കൊടുത്താ എങ്ങനെയാ സ്റ്റേജിൽ, പക്ഷെ എനിക്ക് കംഫർട്ടബിൾ ആണ്. അത് ഞാൻ കണ്ടിരിക്കുന്ന കോട്ടൺ സാരീസ് നല്ല ഇഷ്ടമാണ് തോന്നുന്നു. അല്ല ഞാൻ പല എല്ലാം മിക്സ് ആണ് എല്ലാം യൂസ് ചെയ്യാറുണ്ട്. സാരി ഉടുക്കുമ്പോ എനിക്ക് എന്നെ സാരിയിൽ കാണാൻ ഇഷ്ടമാണ്. നമ്മളാദ്യം നമ്മളെ തന്നെ ഇഷ്ടപ്പെടണമല്ലോ അല്ലേ? അപ്പൊ സാരി ഉടുക്കുമ്പോ എനിക്ക് എന്നെ അതാണ് അതാ എനിക്ക് കൂടുതൽ ചേരുന്നത്, ഇണങ്ങുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സാരി യൂസ് ചെയ്യും. പിന്നെ കൊറേ അടുപ്പിച്ച് കൊറേ നാള് സാരി ഉപയോഗിക്കുമ്പോ മടുപ്പ് തോന്നുമല്ലോ. ഞാൻ ആക്ച്വലി സാരി ഫാനാണ്, അതുകൊണ്ട് ഞാനിന്ന് സാരി എടുക്കാം.
എന്നോട് പറഞ്ഞ സാരി എടുക്കാൻ നമുക്ക് ഓണം എപ്പിസോഡ് ചെയ്താലോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ നോക്കുമ്പോ ദേ അല്ല, ഞാൻ ഗസ്റ്റിനെ എന്താ പറയാ, എനിക്ക് അഖിലേന്റെ സാരിയിൽ കാണാനായിരുന്നു കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ സാരി. താങ്ക് യു ഫോർ ദാറ്റ്. ആ ഒരു ഇൻവിറ്റേഷൻ കൊടുത്തപ്പോൾ അത് തന്നതിൽ വളരെ താങ്ക്സ്. ആൻഡ് ലുക്കിംഗ് സോ ഗോർജിയസ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓണൊക്കെ എവിടം വരെയായി? ഓണം പ്രോഗ്രാംസ് ആയി വരുന്നു. ഓണക്കാലം എന്ന് പറയുന്നത് പരിപാടികൾ ഉണ്ടെങ്കിലാണ് എനിക്കൊക്കെ അതാ സന്തോഷം. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ട്രിവാൻഡ്രമാണ് താമസം, ട്രിവാൻഡ്രം സ്വദേശിനിയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തെ ഓണം എന്ന് പറയുന്നത് ഓണം വാരാഘോഷം വളരെ ഗംഭീരമായിട്ട് നടക്കുന്ന പരിപാടികളാണ്. അപ്പോൾ ഒരുപാട് വേദികളുണ്ടാവും. ഗവൺമെന്റിന്റെ തന്നെ ടൂറിസത്തിന്റെ പരിപാടികൾ, ഒരുപാട് സ്റ്റേജസ് ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പരിപാടികൾ കിട്ടുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അല്ലാതെ തന്നെ ഓണം, പണ്ടൊക്കെ ഓണം കഴിഞ്ഞാലായിരുന്നു ഈ പുറത്ത്, കേരളത്തിന് പുറത്ത് ഓണം സെലിബ്രേഷൻ. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഓണം സമയത്ത് തന്നെയാണ് അവിടെയും എല്ലാ സ്ഥലത്തും ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അല്ല, ദുബായിൽ എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത ഓണം വരെ ഓണമാണ്. പക്ഷെ ഇപ്പൊ അതൊക്കെ കുറെയൊക്കെ മാറിയെന്ന് എനിക്ക് തോന്നുന്നു. ഓണക്കാലത്ത് തന്നെ അവര് മാക്സിമം ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നു. അല്ല, പിന്നെ ഒരു അങ്ങനത്തെ ഒരു മെഗാ അല്ലെങ്കിൽ അത്ര നല്ല വലിയൊരു ഫെസ്റ്റിവൽ വരുന്നല്ലോ ഓണം എന്ന് പറഞ്ഞാൽ. നമ്മൾ കേരളീയർ മൊത്തം ആഘോഷിക്കണതായോണ്ട് അടുത്ത ഡിസംബർ വരെ ഒരു കൊല്ലം മൊത്തം ഓണം സദ്യ കഴിച്ചു മടുക്കുന്നു. ഓണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മനസ്സിൽ ഓടി വരണത് എന്താണ്? സദ്യ. ഓഫ് കോഴ്സ് ഞാൻ വലിയൊരു സദ്യ ഫാനാണ്. ആണല്ലേ? ഓക്കെ ഓക്കെ. പായസം, നിങ്ങളുടെ ട്രിവാൻഡ്രത്ത് ബോളി അല്ലേ? അതാണ് സ്പെഷ്യൽ. ഏറ്റവും ഇഷ്ടം സദ്യയിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോളിയും പാലട, പാൽപ്പായസം. ഏത് പാല് വെച്ചുള്ള പായസം. അതെനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തുകാരുടെ ഒരു സ്പെഷ്യൽ വിഭവമാണ്. വേറെ സ്ഥലത്തൊന്നും എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ അതിനെതിരെ പറയുന്നവരുണ്ട്. എന്താണത്, അതിന് വലിയ ടേസ്റ്റ് ഇല്ലാന്ന് പറയും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, അത് നമ്മൾ കുറെ കാലം മുന്നേ ശീലിച്ച് വരണായോണ്ട് ചില പെട്ടെന്ന് നമുക്ക് വേറെ സ്ഥലത്തൊക്കെ അത് പെട്ടെന്ന് കാണുമ്പോ ചപ്പാത്തി പോലത്തെ ഒരു ബോളിയും പായസം കൂട്ടി കഴിക്കുമ്പോ, പായസം ഒഴിച്ച് അത് കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പോ ഒരു പഴക്ക് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് പപ്പടൊക്കെ ആഡ് ചെയ്ത് കഴിക്കാം. അത് ശരിക്കും ആ 3 പായസം കഴിച്ചില്ല, ഏറ്റവും ലാസ്റ്റ് ആ പായസം കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ്. ആണല്ലേ? അതായത് മറ്റ് പായസങ്ങളുണ്ടല്ലോ, പയറ് പായസം അല്ലെങ്കിൽ അടപ്പായസം, കടലപ്പായസം, ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് അവസാനമാണ് ഈ പാൽപ്പായസവും ബോളിയും. അതാണ് അതിന്റെ മെയിൻ കോമ്പിനേഷൻ, പാൽപ്പായസവും ബോളിയും. ഓക്കെ. അപ്പൊ പാലട എന്ന് പറയുന്നതും പാൽപ്പായസം, ഇതെല്ലാം അരി വെച്ചുള്ള പാൽപ്പായസം ആണെങ്കിലും പാലടയാണെങ്കിലും ബോളിയുടെ കൂടെ കോമ്പിനേഷൻ ആണ്. അതാണ് അതിന്റെ ബെസ്റ്റ്. ഓണത്തിന് ഇനി അടുത്ത പ്രോഗ്രാംസ് അബ്രോഡിലൊക്കെ ഉണ്ടോ? അങ്ങനെ പ്ലാൻഡ് ആയിട്ട് വരണുള്ളൂ. ഓക്കെ. 2006 എനിക്ക് തോന്നുന്നു അല്ലെ മറ്റേ സിനിമയിലേക്ക്, പ്ലേ ബാക്ക് സിനിമയിലോട്ട് വന്നത്. ഇപ്പൊ ഓൾമോസ്റ്റ് 20 years ദേന്ന് പറഞ്ഞ പോലെ പോയ പോലെ. 20 വർഷമായില്ലേ? എന്ത് തോന്നുന്നു 20 വർഷം ആ ഒരു ജേണി ലുക്കിംഗ് ബാക്ക്? എന്ത് തോന്നുന്നു ചോദിച്ചാൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം സിംഗർ എന്ന നിലയിലും പിന്നെ ഇപ്പോഴത്തെ ഒരു മ്യൂസിക് ഇൻഡസ്ട്രിയിലും? മാറ്റങ്ങൾ ഒരുപാടുണ്ട്. അതിപ്പോ സിംഗിങ് ഫീൽഡിൽ മാത്രമല്ല, പൊതുവെ എല്ലാ മേഖലയിലും മാറ്റം. സിനിമ തന്നെ മാറിപ്പോയി. അപ്പൊ പിന്നെ സിനിമ മാറിയോടുകൂടി പാട്ടിന്റെയും എല്ലാ സ്റ്റൈലും മാറി, സ്വഭാവം മാറി, സിനിമയുടെ തന്നെ ശൈലി മാറി, സ്വഭാവം മാറി, അതിന്റെ ഒരു കഥ പറയുന്ന രീതി മാറി. അതുകൊണ്ട് തന്നെ അതിൽ യൂസ് ചെയ്യുന്ന പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ മാറി. അപ്പൊ അതില് വലിയ മാറ്റങ്ങളുണ്ട്. അതനുസരിച്ച് പാട്ടുകളുടെ എണ്ണം കുറഞ്ഞു. പഴയ പോലെയുള്ള, അതിപ്പോ എല്ലാരും പറയുന്ന അറിയാലോ, പഴയ ഇപ്പൊ 2006 ഞാൻ പാടി തുടങ്ങിയപ്പോൾ പോലും ഒരു സിനിമയിൽ അതിനു മുമ്പുണ്ടായിരുന്ന പോലെ അത്രയധികം പാട്ടുകളില്ല. പണ്ടൊക്കെ ഒരു കാസറ്റില് എത്ര പാട്ടുകളാണ്. ആ പാട്ടുകളൊക്കെ സിനിമയിലും ഒന്നോ രണ്ടോ പാട്ടുകൾ ആയിരിക്കും യൂസ് ചെയ്യാതെ വരുന്നത്. ബാക്കി എല്ലാ പാട്ടും സിനിമയിലും ഉണ്ടാവും. ഒരു 5-6 പാട്ടുകൾ ഉണ്ടാവും. അതെ. ഇപ്പൊ അതൊക്കെ 6 എന്നുള്ളത് 3 പോലും ഇല്ല. അങ്ങനെ ഒരു വിഷമമുണ്ട്. കാരണം പാട്ടുകാരുടെ ഒരു എന്താ ഒരു അവസരം കുറഞ്ഞു വരുമല്ലേ. അതേസമയം പാട്ടുകാരുടെ എണ്ണവും കൂടി. പിന്നെ ഒരു സന്തോഷം വെച്ചാൽ പ്രോഗ്രാംസിൽ ഇപ്പോഴും സ്റ്റിൽ
ഇപ്പം 2006 തൊട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ 2006 ഈ വലിയ സ്റ്റേജ് ഷോസ് ഒക്കെ പാടി തുടങ്ങിയത്. സിനിമയിൽ പാടിയതിന് ശേഷം മാത്രമാണ് അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടി തുടങ്ങിയത്. അതിനു മുമ്പ് ചെറിയ ചെറിയ ഗാനമേളകൾ പാടിയിരുന്നു. ഒരു ട്രിവാൻഡ്രത്തുള്ള ഒരു ട്രൂപ്പിൽ കുറച്ച് കാലം പാടി, സിറ്റി വോയിസ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ അതിലൊക്കെ കുറച്ച് കാലം പാടി ഉള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. 2006 അശ്വാരൂഢൻ എന്ന് പറഞ്ഞ സിനിമയിൽ പാടിയതിന് ശേഷമാണ് വലിയ വലിയ ഷോസ് ആണെങ്കിലും അങ്ങനെയുള്ള ഇവന്റ്സിലൊക്കെ എന്നെ വിളിച്ചു തുടങ്ങിയത്. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും, പ്ലേ ബാക്ക് ലെവലിലേക്ക് വരുമ്പോഴായിരിക്കുമല്ലോ വലിയ ഷോസ്. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് ഞാനും സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു പ്രൊഫഷൻ എടുക്കുന്നത്. അതുവരെ പാടും, ചെറിയ പ്രോഗ്രാംസ് കിട്ടുമ്പോൾ പോയി പാടും എന്നല്ലാതെ അതൊരു പ്രൊഫഷൻ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടുമില്ല. പാട്ട് കൂടെ ഉണ്ട്. അത് കുട്ടിക്കാലം തൊട്ടേ പാട്ട് പഠിക്കുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിലെ തൊട്ടേ പാട്ട് പഠിക്കുന്നത് കൊണ്ട് എന്തായാലും ലൈഫ് ലോങ് പാട്ട് കൂടെ ഉണ്ട്. പക്ഷെ അങ്ങനെ സീരിയസ് ആയിട്ടൊരു സിനിമയില് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷെ അതിനെങ്ങനെയാണ് അതിനൊരു അവസരം കിട്ടാന്നുള്ളതൊന്നും അന്നത്തെ കാലത്ത് അങ്ങനെ അറിയില്ല. ഈ ഒരു മേഖലയിൽ അധികം പരിചയക്കാരോ. ജയരാജ് സാറിന് എങ്ങനെ കിട്ടി? എങ്ങനെ? വളരെ യാദൃശികം എന്ന് തന്നെ പറയാം. ജയരാജ് സാറിനെ ആദ്യം പരിചയപ്പെടുത്തുന്നത് സുനിൽ പരമേശ്വരൻ, ആനന്ദഭദ്രം സിനിമയുടെയൊക്കെ സ്ക്രിപ്റ്റ് റൈറ്റർ. സുനിൽ ചേട്ടൻ വളരെ ചെറുപ്പം തൊട്ടേ ഞങ്ങളെയൊക്കെ അറിയാം, ഫാമിലിയൊക്കെ ആയിട്ട് അറിയാം. നമ്മുടെ ഒരേ നാട്ടുകാരാണ്. അപ്പോൾ അച്ഛനിങ്ങനെ പുള്ളിയോട് ഇടയ്ക്ക് പറയുമായിരുന്നു, എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മോള് പാടും എന്നുള്ള ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ സുനിൽ ചേട്ടനാണ് എന്നെ ആദ്യം ജയരാജ് സാറിനെ പരിചയപ്പെടുത്തുന്നത്. പക്ഷെ അന്നൊന്നും അത് വർക്കൗട്ട് ആയില്ല. ഞാനും അത് ഫോളോ അപ്പ് ചെയ്തില്ല എന്ന് പറയാം. പക്ഷെ പിന്നീട് ഒരു പ്രോഗ്രാമിന് ഞാനന്ന് ആങ്കറിങ് കൂടെ ചെയ്യുന്ന സമയമായിരുന്നു. TV ഷോസൊക്കെ കുറെ പാട്ടിനേക്കാൾ കൂടുതൽ ആങ്കറായിട്ടാണ് അന്ന് എല്ലാവർക്കും അറിയാവുന്നത്. പാട്ടുകാരിയാന്ന് ആർക്കും അറിയില്ല. അത് എല്ലാ ഷോസും ചെയ്യായിരുന്നു അല്ലെ? പാട്ട് മാത്രമല്ല, അതിനോട് പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു. അല്ല, നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ചെയ്തു തുടങ്ങിയപ്പോ പിന്നെ അത് കുറേ വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എല്ലാ ചാനലിലും അല്ലെ, കൈരളി തൊട്ട് ഏഷ്യാനെറ്റ്, സൂര്യ TV, എല്ലാ ചാനലും ചെയ്തു. അല്ല, അന്ന് എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാംസ് ഒക്കെയാണ്. അന്ന് ഈ നമുക്ക് മൊബൈൽ ഫോൺസിന്റെ എല്ലാ യൂസേജ് ഒന്നും ഇല്ലല്ലോ. പ്രോഗ്രാം TV കാണുന്ന ഒത്തിരി ഓഡിയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും എന്നെ ആങ്കറായിട്ട് പരിചയം ഉണ്ടായിരുന്നു. പിന്നെ RJ ആയിരുന്നു അന്ന് റേഡിയോ FM-ലൊക്കെ പ്രോഗ്രാംസ് ചെയ്തു. അന്ന് പാട്ടുകളൊന്നും ഷോസിൽ പോലും പാടിയിട്ടില്ലായിരുന്നു. ഇല്ല, അങ്ങനെ പാടിയിട്ടുണ്ട്, പക്ഷെ കുഞ്ഞു ഷോസ് പരിചയത്തിന്റെ പുറത്ത്. പിന്നെ അമ്മ സെക്രട്ടേറിയറ്റിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ അമ്മയുടെ പരിചയത്തിലും സെക്രട്ടേറിയറ്റിലുള്ള അസോസിയേഷൻസിലും അങ്ങനെ പാടും. അച്ഛൻ ടീച്ചറായിരുന്നു, രണ്ടുപേരും റിട്ടയർ ചെയ്തു. അച്ഛൻ്റെ കെയർ ഓഫിൽ ആരെങ്കിലും ഒക്കെ വിളിക്കുമ്പോൾ അങ്ങനെ പാടും. എന്നല്ലാതെ പിന്നെ അങ്ങനെ സീരിയസ് ആയിട്ട് ഒരു പ്രൊഫഷനാക്കി എടുക്കുന്നത് പിന്നീട് തന്നെയാണ്, 2006 തൊട്ടെന്ന്. പാട്ടും ഹിറ്റായി അല്ലേ? പാട്ട് എനിക്ക് തോന്നുന്നു അറിയാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പോഴും എനിക്കൊരു ഐഡന്റിറ്റി. അതെ, അതൊരു ഐഡന്റിറ്റി കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. അതും ഫസ്റ്റ് ഫിലിമിൽ ഇങ്ങനത്തെ ഒരു അല്ലെ, ഈ ഒരു പാട്ടിന്റെ ആളെ പാടിയത്. അത് മാത്രമല്ല, ജാസി ഗിഫ്റ്റിന്റെ കൂടെ ഒക്കെ ജാസി ചേട്ടന്റെ വോയിസ് ആണ് അതിന്റെ പ്രത്യേകത. കറക്റ്റ്. അതെ, കാരണം ആ സമയത്ത് ഒരു ട്രെൻഡിങ് ആയിരുന്നല്ലോ, ട്രെൻഡ് ആയിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ അത് കഴിഞ്ഞിട്ട് ജയരാജ് സാർ തന്നെയാണ്. ഞാൻ ജയരാജ് സാറിനെ പിന്നീട് പരിചയപ്പെടുന്നത് ഒരു ഇതുപോലൊരു സ്റ്റേജ് ഷോ ആങ്കർ ചെയ്യാൻ ഞാൻ ഉണ്ടായിരുന്നു. അന്നൊരു പ്രയർ സോങ് കൂടി ഞാൻ പാടി. അപ്പം അതിൻ്റെ സംഘാടകർക്ക് അറിയാൻ ഞാൻ പാടും എന്നുള്ളത്. അപ്പം എന്നോട് ചോദിച്ചു, പ്രയർ പാടാവോ എന്ന് ചോദിച്ചു. പിന്നെ ഓക്കെ. അപ്പോൾ സാറും ഒക്കെ പങ്കെടുത്തിരുന്ന ഒരു അവാർഡ് ഫംഗ്ഷൻ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ പാടുന്നത്. ജയരാജ് സാറ് വീണ്ടും കണ്ടതും കേട്ടതും. സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യുന്നു, ആങ്കറിങ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ജയരാജ് സാറിനെ വീണ്ടും പരിചയപ്പെടാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ സാറ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് പാടി എനിക്കൊരു CD അയച്ചു തരൂ. ഞാനന്ന് മൈക്കിൽ കൂടെ എല്ലാ വോയിസ് കേട്ടുള്ളൂ, അപ്പം ഞാൻ കേൾക്കട്ടെ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ജയരാജ് സാർ അന്ന് കുറെ പുതുമുകൾക്ക് ചാൻസ് കൊടുക്കണ ഒരു സമയം കൂടിയായിരുന്നു. ജയരാജ് സാർ ഒരുപാട് പേർക്ക്, ജാസി ചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജയരാജ് സാറാണ്. അതുപോലെ ഒരുപാട് ആക്ടേഴ്സിനെയും ഒരുപാട് സിനിമയിലേക്ക് ജോമോള്, ലേന, എനിക്ക് തോന്നുന്നു സ്നേഹമൂവിയിലാണ് കൊണ്ടുവന്നത് ജയരാജ് സാറാണ്. ആ പാട്ട് ഭയങ്കര ഹിറ്റ് ആവുകയും ചെയ്തു. അത് പാടുമ്പോ ഓർത്തിരുന്നോ? അത് ഭയങ്കരമായിട്ട് ഇല്ല, അങ്ങനെ വലിയ പ്രതീക്ഷ ഇല്ലാതെയാണ് പോകുന്നത്.
എറണാകുളത്ത് വെച്ചായിരുന്നു റെക്കോർഡിങ്. ജാസി ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് റെക്കോർഡിങ്ങിൻ്റെ അന്നാണ് കാണുന്നത്. ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ടെന്നല്ലാതെ ജാസി ചേട്ടനെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കങ്ങനെ റെക്കോർഡിങ് എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, പ്രൊഫഷൻ അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തൊരു സമയമായിരുന്നില്ല. അപ്പോൾ എനിക്ക് ട്രാക്ക് പാടിയുള്ള പരിചയമോ അങ്ങനെയൊന്നുമില്ല. 1-2 ചെറിയ ചെറിയ റെക്കോർഡിങ്സ്, അത് ഈ പരിചയങ്ങൾ, പല പരിചയങ്ങളുടെ പുറത്ത് വരുന്ന 1-2 ഡിവോഷണൽ കാസറ്റ്സിൽ പാടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ടീച്ചർ ഭാഗ്യലക്ഷ്മി ടീച്ചറുടെ അടുത്താണ് ഞാൻ പഠിച്ചത്, ഡോക്ടേഴ്സ് ഭാഗ്യലക്ഷ്മി ടീച്ചറുടെ അമ്മയാണ് ആദ്യം പഠിപ്പിച്ച് തുടങ്ങിയത്, സരസ്വതി അമ്മ. പിന്നീട് അമ്മ കുറച്ച് ഏജ് ആയപ്പോൾ ഭാഗ്യ ടീച്ചർ ആണ് പഠിപ്പിച്ചത്. ഭാഗ്യ ടീച്ചറിൻ്റെ കെയർ ഓഫിൽ കുറച്ച് കവിതകൾ അങ്ങനെ ട്യൂൺ ചെയ്ത് പഠിപ്പിച്ചപ്പോൾ ടീച്ചറിൻ്റെ സ്റ്റുഡൻസിനെയും എന്നെയൊക്കെ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പാടിയുള്ള പരിചയമേ ഉള്ളൂ. അപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ അല്ല, ഒരു സിനിമയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഭയങ്കര എന്താ പറയാ ടെൻഷനുണ്ട്, പറയാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എനിക്ക് തോന്നി എന്തോ ഇത് എങ്ങനെയാവും അറിയില്ല, പാടിയിട്ട് ഇനിയിപ്പോൾ ഓക്കെ അല്ലെങ്കിലോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ മൂവി കണ്ട സമയത്ത് തിയേറ്ററിലുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നമ്മുടെ പാട്ട് ഭയങ്കര സന്തോഷം. അതെ സന്തോഷം തോന്നി. അതെ, അതിന്റെ വിഷ്വൽസ് ആണെങ്കിലും നല്ലൊരു വന്നപ്പോ. പിന്നെ അത് മാത്രല്ല, പാട്ട് ഹിറ്റായപ്പോ അതിലേറെ സന്തോഷം. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ പാടുന്നതല്ലേ, ഈ ഒരു അവസരം കിട്ടുക പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച് കിട്ടിയ ഒരു അവസരമല്ല, അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ആ പാട്ട് ആ ഒരു സീസണിൽ ഗാനമേള ട്രൂപ്പുകാർ പാടുന്നത് കേൾക്കുന്നതും, അപ്പോൾ അന്നത്തെ കാലത്ത് ട്രൂപ്പ് പാട്ടെടുത്തു കഴിഞ്ഞാൽ പാട്ട് ഹിറ്റാണ്. അതെ കറക്റ്റ്. അതെ, അപ്പോൾ ഒരു സീസണിൽ അവർ ആ പാട്ട് പാടുന്നതൊക്കെ കണ്ടപ്പോൾ കേട്ടപ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷം. അതെ, നമ്മൾ പാടിയ പാട്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഷോസിലൊക്കെ പാടുക എന്ന് പറയുമ്പോൾ, അടുത്തുള്ള അമ്പലങ്ങളിൽ, ഉത്സവങ്ങൾ, ഞാനതിങ്ങനെ എവിടെയെങ്കിലും വെച്ചേക്കുന്ന കാണുമ്പോൾ ഞാൻ അവിടെ നിന്ന് കേൾക്കും. അത്ര ഒരു എക്സൈറ്റ്മെന്റ് അന്നുണ്ടായിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് എപ്പോഴും മറക്കാൻ പറ്റാത്ത, പാടിയ പാട്ട് തന്നെ FM കേട്ടാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് കേട്ടാലോ ഞാനത് ഓർമ്മകളൊക്കെ വരും. അത് ഏത് പാട്ട്, ആ പാട്ട് മാത്രല്ല ഏത് പാട്ട് കേട്ടാലും ആ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ സോങ് ആയിരുന്നു ആനച്ചന്തം. അയ്യോ, അതും വൺ ഓഫ് ദി ബെസ്റ്റ് സോങ്സ്. ജയരാജ് സാർ തന്നെയാണ് എനിക്ക് നല്ലൊരു അവസരം തരുന്നത്, നല്ലൊരു പാട്ട്. അപ്പൊ അത് പക്ഷെ സിനിമയില് മെയിൽ വേർഷനാണ് ഉള്ളത്, വേണുചേട്ടനാണ് പാടിയിരിക്കുന്നത്, ടൈറ്റിൽ സോങ് ആണ്. അപ്പൊ സാർ എന്നെ വിളിക്കുമ്പോഴേ പറഞ്ഞിരുന്നു നല്ലൊരു പാട്ടാണ്, പക്ഷെ അത് സിനിമയിൽ മെയിൽ വേർഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്, എന്നാലും CD-യിലുണ്ടാവും, നല്ലൊരു പാട്ടാണ്, പോയി പാടൂ. 2 പാട്ടുകള് ജയരാജ് സാറാണ് തന്നത്. അപ്പൊ ഇനി എങ്ങനെയാണ് ഇനി അടുത്തൊരു ഓപ്പണിംഗ് കിട്ടുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജയരാജ് സാറിനോട് ഇപ്പോഴും എല്ലാം സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം, അവസരം വരും, വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു ഞാനെങ്ങനെ ആരെങ്കിലും പോയി കണ്ട് ഇങ്ങനെ അവസരം ചോദിക്കണ്ടേ, വെയിറ്റ് ചെയ്യൂ, പാടി തുടങ്ങിയല്ലേ ഉള്ളൂ, വെയിറ്റ് ചെയ്യൂ, എന്തായാലും അവസരങ്ങൾ വരും. 4 ഫ്രണ്ട്സിലെ എൻ്റെ ചിത്രം, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ് ആണ്, ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ടിലേക്ക് തോന്നുന്നു. ചേട്ടൻ അനിയത്തി അങ്ങനത്തെ സീൻസ് റീൽസ് ഒക്കെ വരുമ്പോ അത് ആ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ബർത്ത്ഡേക്കും അങ്ങനെയുള്ള റീൽസിലൊക്കെ വരാറുണ്ട്. അത് നല്ലൊരു സോങ് ആട്ടോ. അതും ആ അവസരം തരുന്നത് സജി സുരേന്ദ്രനാണ്, ഡയറക്ടർ. M. ജയചന്ദ്രൻ ചേട്ടൻ്റെ പാട്ടാണ്. അപ്പൊ അതും പാടിയതൊക്കെ വലിയ വലിയ സ്റ്റാർസിന്റെ സിനിമകൾക്ക് വേണ്ടിയാണ്. അതിനേക്കാളുപരി എനിക്ക് ആ പാട്ട് പാടിയത് ഒരു ഭയങ്കര സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ദാസാറിന്റെ കൂടെ ദാസാറിനോടൊപ്പമാണ് ആ ഡ്യുവറ്റ് സോങ് പാടിയത്. ഇപ്പൊ ഡബ്ബിംഗ് എന്ന് പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു പാട്ട് മാത്രല്ല ഡബ്ബിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ജോസഫ് എന്നുള്ള മൂവിക്ക്. എനിക്ക് അറിയില്ല, ജോസഫിൽ ചെയ്തു. അതിനേക്കാളും മുമ്പ് ഞാൻ പാടുന്നതിന് മുമ്പ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അതായത് അശ്വാരൂഢനിൽ പാടുന്നതിന് മുമ്പ് കുറെ സീരിയൽസ് ചെയ്തിട്ടുണ്ട്, സീരിയലിലൊക്കെ കുറെ ഡബ് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട് സീരിയലില്. ക്യാരക്ടറിന്റെ പേരോ സീരിയലിന്റെ പേരോ ഒക്കെ ഞാൻ മറന്നുപോയി. അന്ന് സൂര്യ TV-യിലും പിന്നെ ദൂരദർശനിലും ഒക്കെ സ്ഥിരം വന്നുകൊണ്ടിരുന്ന സീരിയലുകളിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള
ഡബിങ് ഇഷ്ടാണോ? എനിക്കിഷ്ടമാണ്. ആണല്ലേ, ഓക്കെ. ഡബിങ് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു അഭിനേത്രി ഉള്ളിൽ എവിടെ ഒളിച്ച് കിടക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു? ഓഫേഴ്സ് ഒത്തിരി വന്നിട്ടുണ്ട്.